ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ക്രീമോസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് അറിയാവോ? അതായത് നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി മീൻകറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഈസി മീൻകറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർക്കുക, എന്നിട്ട് ലേശം ഇഞ്ചിയും കൂടെ ചേർക്കുക. ഇഞ്ചി ഒരുപാട് ചേർക്കരുത്, നമ്മുടെ കറിക്ക് കയ്പുണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിന് ഇഞ്ചി ചേർക്കുക. എന്നിട്ട് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒരു 5 or 6 അല്ലി ഇട്ട് കൊടുത്താൽ മതി, അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് നമ്മളിനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, കണ്ടോ, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമ്മളിനടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് തക്കാളി ചേർക്കണം. തക്കാളി എന്ന് പറയുമ്പോൾ നമ്മുടെ കറിക്ക് കുറുകാനും ലേശം പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം നമ്മളിവിടെ ഓൾറെഡി പുളിവെള്ളം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു തക്കാളി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നോക്കി തക്കാളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതിലേക്ക് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് 2 സ്പൂൺ മുളക് പൊടി. അത് നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് ലേശം മല്ലിപ്പൊടി, എന്നിട്ട് ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയിൽ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. എങ്ങനെയെന്നറിയാം അരച്ചെടുക്കണം? നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ ഇരിക്കത്തില്ലേ, അതേ രീതിയിൽ നല്ല രീതിയിലൊന്ന് അരച്ച് നല്ല ആ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. കണ്ടോ, ഇതേ രീതിയിലാക്കിയെടുക്കണം. എന്നിട്ട് നമ്മളിവിടെ ചട്ടി നല്ല രീതിയിൽ ചൂടാക്കണം. ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ആ ചട്ടിയിൽ ആ എണ്ണയൊന്ന് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം. അതായത് എണ്ണ ചൂടാകുമ്പം ചട്ടി പുകയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് കറക്കി കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഇനി ഇതിലേക്ക് 2-3 ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ഉലുവ ഒരുപാട് ചേർക്കരുത്, കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. അപ്പോൾ ഉലുവ ഇവിടെ കിടന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് അവിടെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്തൊക്കെയാണ്? സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളകും കൂടെ ചേർക്കാം. പച്ചമുളക് മിക്സിക്കകത്തിട്ട് ഒരിക്കലും അരക്കരുത്, അരപ്പിൻ്റെ തട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല. ഞാൻ നോക്കി അരപ്പ് ഇവിടെ എണ്ണയ്ക്കകത്ത് ഇടുന്ന നല്ല രീതിയിൽ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതിലോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു ലേശം പുളി എടുത്താൽ മതി, ഒരുപാട് പുളി എടുക്കരുത്, കാരണം ഓൾറെഡി നമ്മൾ ഇതിനകത്ത് തക്കാളി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ലേശം പുളി എടുത്ത് നല്ല രീതിയിലൊന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളവും കൂടെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണം. കറിക്ക് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് ഈ അരപ്പൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. ഞാനിന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കിളിമീൻ കറിയാണ്. കിളിമീൻ ഇവിടെ നല്ല രീതിയിൽ അമ്മ വെട്ടി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് നോക്കി അരപ്പ് ഇവിടെ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കിളിമീൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കണം. അങ്ങനെ അവിടെ കിടന്ന് നല്ല രീതിയിൽ വെട്ടിത്തിളച്ച് തുടങ്ങും. അടിപൊളി ഈസി മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. മണമാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മണമാണ്, ടേസ്റ്റ് ആണെങ്കിലും അതിൻ്റെ അപ്പുറത്തെ ടേസ്റ്റുമാണ്. മീനൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, പിന്നെ ഗ്രേവി ആണെങ്കിൽ നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട്, പുളിയും എരിവും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ബീട്രൂട്ടിൻ്റെ തോരനും മീൻകറി മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു പിടിക്കണം, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയറും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.